ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 ഡിസംബർ 31 വൈകുണ്ഠ ഏകാദശിയാണ്. ഈ ഏകാദശി പുത്രദാ ഏകാദശി എന്നും സ്വർഗവാതിൽ ഏകാദശി എന്നും അറിയപ്പെടുന്നു. ലൂണാർ കലണ്ടർ പ്രകാരവും സോളാർ കലണ്ടർ പ്രകാരവുമാണ് ഈ തിഥിക്ക് വ്യത്യാസം സംഭവിക്കുന്നത്. നമ്മൾ കലണ്ടറിൽ സാധാരണ കാണുന്നത് സോളാർ പ്രകാരമുള്ള കലണ്ടർ ബേസ് ചെയ്താണ്. അതായത് ചന്ദ്രനെ ബേസ് ചെയ്തും സൂര്യനെ ബേസ് ചെയ്തുമുള്ള രണ്ട് തരത്തിലുള്ള കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. സാധാരണയായി എല്ലാവരും എടുക്കുന്നത് കേരളത്തിലൊക്കെ നോക്കുന്നത് സൂര്യനെ ബേസ് ചെയ്തുള്ള കലണ്ടറാണ്. എന്നാൽ വൈഷ്ണവ കലണ്ടർ എന്ന് പറയുന്നത് ചന്ദ്രനെ ബേസ് ചെയ്താണ്. അതായത് ലൂണാർ കലണ്ടർ പ്രകാരമാണ് നമ്മൾ ഏകാദശി തിഥി നോക്കുന്നത്. അതനുസരിച്ച് പുലർച്ചെ ഏകാദശി തിഥി ഉണ്ടായിരിക്കുകയും ദശമി സ്പർശിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അന്ന് ഏകാദശിയായി ആചരിക്കുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ഡിസംബർ 30 രാവിലെ 7:51 മുതൽ ഡിസംബർ 31 പുലർച്ചെ 5:01 വരെയാണ്. ഡിസംബർ 31 പുലർച്ചെ ഏകാദശിയുണ്ട്. അത് കഴിഞ്ഞ് ദ്വാദശി തുടങ്ങുകയാണ്. അങ്ങനെ ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന ആനന്ദ ഏകാദശിയാണ് എല്ലാവരും ആചരിക്കേണ്ടത്. വൈഷ്ണവർ ആചരിക്കുന്നതും ആനന്ദ ഏകാദശി തന്നെയാണ്. ഇനി ഡിസംബർ 30 ഏകാദശി ആചരിക്കേണ്ടത് 31 എന്നൊരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട. എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വൈകുണ്ഠ ഏകാദശി ദിവസം ഭഗവാൻ വൈകുണ്ഠത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള വാതിൽ തുറന്നു വയ്ക്കുന്നു. വൈകുണ്ഠം എന്നതിൻ്റെ അർത്ഥം ദുഃഖങ്ങൾ ഇല്ലാത്ത ഇടം എന്നാണ്. അതായത് വൈ എന്നാൽ ഇല്ലാത്തത്, കുണ്ഠം ദുഃഖം, ദുഃഖം ഇല്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിലാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. വൈകുണ്ഠ ഏകാദശിയെ നമ്മൾ സ്വർഗവാതിൽ ഏകാദശി എന്നും പറയുന്നു. കൃത്യമായി പറഞ്ഞാൽ സ്വർഗവാതിൽ അല്ല ഈ ഏകാദശിക്ക് തുറന്നിടുന്നത്. വിഷ്ണു ഭഗവാന്റെ വൈകുണ്ഠത്തിൻ്റെ വാതിലാണ് തുറന്നു വയ്ക്കുന്നത്. സ്വർഗത്തിൻ്റെ അധിപൻ നമുക്കറിയാം ഇന്ദ്രനാണ്. ആത്മാവിന് മോക്ഷം ലഭിക്കണമെങ്കിൽ വൈകുണ്ഠത്തിലാണ് ആത്മാവ് പ്രവേശിക്കേണ്ടത്, അല്ലാതെ ഇന്ദ്രലോകമായ സ്വർഗത്തിലല്ല. എന്നാൽ ഏകാദശി വ്രതം ആചാരാനുഷ്ഠാനങ്ങളോടെ എടുത്താൽ ജീവിതാവസാനത്തിൽ മോക്ഷപ്രാപ്തിയാണ് ഫലം. അതായത് ആത്മാവ് വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് വിശ്വാസം. വൈകുണ്ഠ ഏകാദശിക്ക് ഭഗവാൻ വിഷ്ണു വൈകുണ്ഠ ദ്വാരം തുറന്നു വയ്ക്കുന്നു. അതായത് വൈകുണ്ഠത്തിൻ്റെ വടക്കേ വാതിൽ തുറന്നു വയ്ക്കുകയാണ്. ഭഗവാൻ ഉണർന്നിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വൈകുണ്ഠ ഏകാദശി ദിവസം രാത്രിയിൽ ജാഗരണത്തോടെ, അതായത് ഉണർന്നിരിക്കുകയാണ് വേണ്ടത്. ഭഗവത് നാമങ്ങൾ ജപിച്ച് രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് വ്രതം അനുഷ്ഠിച്ചാൽ ജീവിതാവസാനത്തിൽ മോക്ഷപ്രാപ്തിയാണ് ഫലം. ഏകാദശിക്ക് ചില ക്ഷേത്രങ്ങളിൽ വൈകുണ്ഠ ദ്വാരം ഒരുക്കുന്നു. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശ്രീരംഗം, തിരുപ്പതി, അങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ ഈ ആചാരം അനുഷ്ഠിക്കുന്നുണ്ട്. ഈ വടക്കു ഭാഗത്തുള്ള ദ്വാരത്തിലൂടെ പ്രവേശിച്ച് ഭഗവാനെ ദർശിച്ചിട്ട് മറ്റൊരു വാതിലിലൂടെ പുറത്തു കടന്നാൽ നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കും എന്നാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ജ്ഞാനവും ലഭിക്കും. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ സകല സൗഭാഗ്യത്തോടെയും ജീവിച്ചിട്ട് ജീവിതാവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം. അതായത് ആത്മാവിന് മോക്ഷം ലഭിക്കുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വ്രതം അനുഷ്ഠിക്കുമ്പോൾ മനസ്സും ശരീരവും ശുദ്ധമാക്കി വയ്ക്കണം. അനാവശ്യമായ സംസാരം പാടില്ല. മൗനവ്രതം പാലിക്കുവാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എപ്പോഴും ഭഗവത് നാമങ്ങൾ ജപിക്കുക. മിതമായ ഭക്ഷണം കഴിക്കുക. മിതമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏകാദശി ഭക്ഷണം എന്തൊക്കെ കഴിച്ചുകൂടാ എന്ന് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം. പിന്നെ രാത്രിയിൽ ജാഗരണം, അതായത് ഉറക്കമൊഴിയുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഹരിനാമ കീർത്തനം, ഭഗവത്ഗീത,
ഭാഗവതം, നാരായണീയം, ഇങ്ങനെ ഹരിനാമകീർത്തനങ്ങളെല്ലാം തന്നെ പാരായണം ചെയ്യാവുന്നതാണ്. കഠിന വ്രതമെടുത്താൽ നമുക്ക് ഉറക്കമൊഴിയുവാൻ സാധിക്കില്ല. അതുകൊണ്ട് മിതമായി ഏകാദശി ഭക്ഷണം കഴിച്ച് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലോ ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിലോ പോകേണ്ടതാണ്. ഏകാദശി ദിവസം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വളരെ വിശേഷമാണ്. ശ്രീകോവിലിനകത്തുള്ള ഒരു പ്രത്യേക വാതിൽ അലങ്കരിച്ച് വൈകുണ്ഠവാതിലായി കണക്കാക്കി. ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത്. എല്ലാവരും അവരവരുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി പൂജകൾ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ്. വൈകുണ്ഠ ഏകാദശിയുമായി ബന്ധപ്പെട്ട കഥ ഇങ്ങനെയാണ്. ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ തട്ടിയെടുത്ത മധു കൈടഭന്മാർ ഭഗവാന്റെ വേദങ്ങൾ തിരിച്ചെടുക്കുവാനായി മത്സ്യാവതാരം സ്വീകരിച്ച ഭഗവാൻ മധു കൈടഭന്മാരെ തോൽപ്പിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകി. അതിനുശേഷം ഈ മധു കൈടഭന്മാർ ഭഗവത് ഭക്തന്മാരായി തീർന്നു. ഭഗവാനെ സ്തുതിച്ച് നാമങ്ങൾ ജപിച്ച് ഭഗവാന്റെ ഭക്തരായി തീർന്ന ഇവർ ഭഗവാനോട് അഭ്യർത്ഥിച്ചു, ഭഗവാനെ, ഈ ജനന മരണചക്രത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചാലും. ഇത് കേട്ട ഭഗവാൻ, നിങ്ങൾക്കറിയാമല്ലോ ഭഗവാൻ ഭക്തവത്സലനാണ്. ഭഗവാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ വൈകുണ്ഠ ഏകാദശി ദിവസം വൈകുണ്ഠത്തിൻ്റെ വടക്കേ ഭാഗത്തുള്ള വാതിലിനവിടെ എത്തുക. അത് തുറന്ന് ഇരിക്കും നിങ്ങൾക്കായി. ഈ വാതിലിലൂടെ നിങ്ങൾക്ക് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇത് കേട്ട അവർ സന്തോഷത്തോടെ വൈകുണ്ഠ ദിനത്തിൽ വടക്കു ഭാഗത്ത് എത്തുകയും ആ വാതിൽ കടന്ന് അവർ വൈകുണ്ഠത്തിൽ പ്രവേശിക്കുകയും അവർക്ക് മോക്ഷപ്രാപ്തി ലഭിച്ചു എന്നുമാണ് വിശ്വാസം. ഈ മധു കൈടഭന്മാർ ഒരു കാര്യം കൂടി ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അല്ലയോ ഭഗവാനെ, ഈ വൈകുണ്ഠ ഏകാദശി ദിവസം ഇഹലോകവാസം വെടിയുന്ന ഭഗവത് ഭക്തർക്ക് കൂടി ഈ വൈകുണ്ഠത്തിലെ വടക്കേ കവാടം തുറന്നു വച്ചിരിക്കണമെന്ന് അവർക്കും മോക്ഷം കൊടുക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഭഗവാൻ അത് സ്വീകരിക്കുകയും അങ്ങനെ വൈകുണ്ഠ ഏകാദശി ദിവസം മുഴുവനും വൈകുണ്ഠ കവാടം ഭഗവാൻ തുറന്നു വച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. അടുത്ത് നമുക്ക് പുത്രദ ഏകാദശിയുമായി ബന്ധപ്പെട്ട വ്രതകഥ എന്താണെന്ന് നോക്കാം. ഭഗവാനോട് അർജുനൻ ഇപ്രകാരം ചോദിച്ചു, അല്ലയോ ഭഗവാനെ, അങ്ങെനിക്ക് പൗഷമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തന്നാലും. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ പാർത്ഥ, പൗഷമാസത്തിലെ ഈ ഏകാദശി വൈകുണ്ഠ ഏകാദശി, പുത്രദ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി എന്നീ 3 പേരുകളിലായാണ് അറിയപ്പെടുന്നത്. ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ എത്രയോ കാലം തപസ്സു ചെയ്തതിൻ്റെ പുണ്യവും സർവ്വ സൗഭാഗ്യങ്ങളും സത്സന്താനഭാഗ്യവും പിതൃമോക്ഷവും ജീവിതാവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയുമാണ് ഫലം. ഇതിൻ്റെ വ്രതകഥ ഇപ്രകാരമാണ്. വളരെ പണ്ട് ഭദ്രാവതി എന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു. ഈ രാജ്യത്തെ രാജാവായിരുന്നു സുകേതുമന. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശൈവ്യ. ഇവർക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. അനവത്യതാ ദുഃഖം കൊണ്ട് അവർ വളരെയധികം സങ്കടപ്പെട്ടു. കാരണം മരണാനന്തരം ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് തനിക്കൊരു പുത്രനില്ലല്ലോ എന്ന ദുഃഖമായിരുന്നു രാജാവിനെ വല്ലാതെ ദുഃഖിപ്പിച്ചത്. രാജകാര്യങ്ങൾ നോക്കുവാൻ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം രാജാവ് ദുഃഖിച്ച് തൻ്റെ കുതിരയുമായി കാട്ടിലേക്ക് യാത്ര തിരിച്ചു. കാട്ടിലൂടെ പോയി വരുമ്പോൾ ഒരു സ്ഥലത്ത് കുറേ പർണശാലകൾ കെട്ടി മുനിമാറിയിരിക്കുന്നത് രാജാവ് കണ്ടു. രാജാവ് അവിടെ ഇറങ്ങിയിട്ട് അവരോട് ഇപ്രകാരം ചോദിച്ചു, എന്താണ് നിങ്ങളിവിടെ ചെയ്യുന്നത്? ആ മുനിമാർ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഇന്ന് പുത്രദ ഏകാദശി ആണ്. ഇത് ഞങ്ങൾ ആചാരപൂർവം അനുഷ്ഠിക്കുകയാണ്. ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ അനേകം ഫലങ്ങളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ജ്ഞാനം, മോക്ഷം, സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സത്സന്താനഭാഗ്യം, സന്താനങ്ങൾ ഉണ്ടെങ്കിലും അവർ വളരെ നല്ല രീതിയിൽ
സൽ സ്വഭാവത്തോടെ വളരുന്നതിനും ഈ ഏകാദശി അനുഷ്ഠിക്കുന്നത് വളരെ മഹത്തരമാണെന്നും അവർ രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട് സന്തോഷം തോന്നിയ രാജാവ് അവരോടൊപ്പം കൂടി അവിടെ ഇരുന്നു തന്നെ പുത്രദാ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം പാരണമിടിയതിനു ശേഷം രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ഇതാണ് ഇതിൻ്റെ വ്രതകഥ. സന്താനങ്ങളില്ലാത്തവർക്ക് ഈ പുത്രദാ ഏകാദശി അനുഷ്ഠിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ആചാരാനുഷ്ഠാനങ്ങളോടെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ച് നിങ്ങൾ ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പുത്രദാ ഏകാദശിക്ക് മുമ്പേ തന്നെ നിങ്ങൾക്ക് സത്സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. ദമ്പതിമാർ രണ്ടുപേരും ചേർന്ന് തന്നെ ഈ വ്രതം എടുക്കേണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ വ്രതകഥ. നമ്മൾ ഏകാദശിക്ക് ഈ വ്രതകഥ കേൾക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. അതോടൊപ്പം തന്നെ ദ്വാദശിക്ക് പാരണമിടുമ്പോഴും വ്രതകഥ കേട്ടുകൊണ്ട് നമ്മുടെ നാമങ്ങളെല്ലാം ജപിച്ചിട്ട് പാരണമിടിയതിനു ശേഷം വ്രതകഥ കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതും വളരെ പുണ്യകരമാണ്. ഏകാദശി വ്രതം 3 ദിവസങ്ങളിലായാണ് നാം ആചരിക്കേണ്ടത്. അതായത് ദശമി, ഏകാദശി, ദ്വാദശി. ഡിസംബർ 30-ാം തീയതി ദശമിയാണ്. അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്നാനം ചെയ്ത് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് കീർത്തനങ്ങൾ ജപിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഭാഗവത പാരായണം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം, ഹരിനാമ കീർത്തനം എന്നിവയെല്ലാം ചൊല്ലാവുന്നതാണ്. അതിനുശേഷം ഒരിക്കൽ ആഹാരം, അതായത് രാവിലെ ഗോതമ്പിൽ എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം. രാത്രി ഭക്ഷണം വൈകുന്നേരം 5 മണിക്ക് തന്നെ കഴിച്ച് അവസാനിപ്പിക്കേണ്ടതാണ്. എന്നാൽ മരുന്ന് കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും അതികഠിനമായ വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. രാത്രിയിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. രാത്രിയിൽ എന്തെങ്കിലും കഴിക്കണമെന്നുള്ളവർ ഫ്രൂട്ട്സും പാലും കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസം ഏകാദശി ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രഭാത സ്നാനത്തിന് ശേഷം ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് കീർത്തനങ്ങളെല്ലാം ജപിച്ച് അതിനുശേഷം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. വിഷ്ണു ക്ഷേത്രം ഇല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും അവതാര ക്ഷേത്രങ്ങളിലോ പോകാവുന്നതാണ്. വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിലോ നമുക്ക് ദർശനം നടത്താവുന്നതാണ്. നമ്മൾ ഭഗവാന് നിവേദ്യം സമർപ്പിച്ചിട്ട് ആ നിവേദ്യം പ്രസാദമായിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. വ്രതമെടുക്കുന്നവർ വീട്ടിലുള്ള മറ്റെല്ലാവർക്കും തന്നെ ആ പ്രസാദം നൽകാവുന്നതാണ്. എന്നാൽ ധാന്യങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങളാണ് നിവേദ്യമായി ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ നിവേദ്യം പ്രസാദമായി നമുക്ക് ലഭിക്കുമ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ആരും തന്നെ ധാന്യങ്ങളൊന്നും കഴിക്കുവാൻ പാടില്ല. അപ്പോൾ അരിപ്പായസം, അവൽ പായസം എന്നിവ അല്ലെങ്കിൽ മലർ എന്നിവ ഭഗവാൻ നേദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ അന്ന് കഴിക്കുവാൻ പാടില്ല. ഭഗവാനെ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് നമുക്ക് ഒരുക്കാവുന്നതാണ്. അണിയിച്ചൊരുക്കുമ്പോൾ മഞ്ഞപ്പൂക്കൾ, തുളസി ഇലകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. താമര ലഭിക്കുമെങ്കിൽ അതും വളരെ നല്ലതാണ്. ലക്ഷ്മി ദേവിയെ അതുപോലെ നമ്മൾ അണിയിച്ച് ഒരുക്കേണ്ടതാണ്. ഏകാദശി ദിവസം 5 തിരിയിട്ട നെയ്ദീപം കൊളുത്തുന്നത് വളരെ പുണ്യകരമാണ്. അതോടൊപ്പം ശ്രീമദ് ഭഗവത്ഗീത, ജ്ഞാനപ്പാന, ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ പുണ്യമാണ്. വ്രതം അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലമായി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വെള്ളം പോലും കുടിക്കാതെ നമുക്ക് ഉപവാസമായി ഇരിക്കാവുന്നതാണ്. എന്നാൽ ആരോഗ്യസ്ഥിതി നല്ലതല്ലെങ്കിൽ നമുക്ക് വളരെ മിതമായ രീതിയിൽ ആഹാരം കഴിച്ചുകൊണ്ട്, ആഹാരം എന്ന് പറയുമ്പോൾ ധാന്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പാലുൽപ്പന്നങ്ങൾ, പാല്, ഫ്രൂട്ട്സ്, കപ്പലണ്ടി, ചൗരി, ചാമ, ഏകാദശി പുഴുക്ക്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയെല്ലാം തന്നെ നമുക്ക് മിതമായി ഭക്ഷിച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം. ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഹരിവാസര സമയം. ഡിസംബർ 30-ാം തീയതി രാത്രി 11:43 ആരംഭിച്ച് 31-ാം തീയതി രാവിലെ 10:18 അവസാനിക്കുന്നു. പീരീഡ്സ് പുലവാലായ്മ ഉള്ളവർ
ദീപത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥനകൾ ചെയ്യരുത്. നമ്മുടെ റൂമിലിരുന്ന് ഭഗവത് നാമങ്ങൾ ജപിച്ച് ശുദ്ധമായി ശുഭ്രവസ്ത്രം ധരിച്ച് കുളിച്ച് വൃത്തിയായി നമുക്ക് വ്രതത്തോടിരുന്ന് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശി പാരണ വിടുന്ന ദിവസം, അതായത് 16-ാം തീയതി രാവിലെ തുളസി തീർത്ഥം സേവിക്കാതെ ശുദ്ധമായ ജലം സേവിച്ചുകൊണ്ട് ആ സമയത്ത് പാരണ വിടാവുന്നതാണ്. കൊച്ചുകുട്ടികൾ, വൃദ്ധർ, രോഗികൾ ഇവരാരും തന്നെ വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. എന്നാൽ നോൺ വെജൊന്നും കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ജപിച്ച് ശുദ്ധമായി ഇരുന്ന് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പീരീഡ്സ് ടൈമിലും പുലവാലായ്മ ഉള്ളപ്പോഴും തുളസിയിലകൾ പറിക്കരുത്. ഹരിവാസര സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഫലമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇത് വൈകുണ്ഠ ഏകാദശി ആയതിനാൽ തന്നെ വൈകുണ്ഠ വാതിൽ തുറന്ന് ഇരിക്കുന്ന സമയത്ത് കൂടുതൽ പ്രാധാന്യമാണ്. അതുകൊണ്ട് ഉറക്കമൊഴിഞ്ഞ് ഭഗവത് പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഏകാദശിക്ക് ആവശ്യമുള്ള തുളസിയിലകളെല്ലാം തന്നെ ദശമിക്ക് തന്നെ പറിച്ചു വയ്ക്കേണ്ടതാണ്. കാരണം ഏകാദശി തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ തുളസി ഇലകൾ പറിക്കുവാൻ പാടില്ല. അതുകൊണ്ട് ഏകാദശിക്കും ദ്വാദശിക്കും തുളസി ഇലകൾ പറിക്കരുത്. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. പാരണ സമയം എന്ന് പറയുന്നത് വ്രതം അവസാനിപ്പിക്കുന്നതാണ്. പാരണ സമയത്തിൽ ചില സ്ഥലങ്ങളിൽ മാറ്റമുണ്ട്. 31-ാം തീയതി ഏകാദശി അനുഷ്ഠിച്ചവർ ജനുവരി 1-ാം തീയതി പാരണ വിടേണ്ടതാണ്. പാരണ ടൈം, കേരളത്തിലെ പാരണ ടൈം ജനുവരി 1-ാം തീയതി രാവിലെ 6:37 മുതൽ 10:29 വരെ. തമിഴ്നാട് 6:31 മുതൽ 10:19 വരെ. കർണാടക 6:42 മുതൽ 10:29 വരെ. ആന്ധ്രാപ്രദേശ് 6:36 മുതൽ 10:23 വരെ. ഗോവ 7:01 മുതൽ 10:46 വരെ. ഗുജറാത്ത് 7:31 മുതൽ 10:25 വരെ. ഉത്തർപ്രദേശ് 6:55 മുതൽ 10:25 വരെ. ഡൽഹി 7:14 മുതൽ 10:41 വരെ. ദുബായ് 7:05 മുതൽ 10:37 വരെ. ബഹ്റൈൻ 6:25 മുതൽ 7:57 വരെ. സൗദി അറേബ്യ 6:38 മുതൽ 10:10 വരെ. ഷാർജ 7:04 മുതൽ 10:36 വരെ. ചൈന 7:13 മുതൽ 10:26 വരെ. സിംഗപ്പൂർ 7:07 മുതൽ 11:08 വരെ. മലേഷ്യ 7:18 മുതൽ 11:17 വരെ. ഇനി 30-ാം തീയതി ഏകാദശി അനുഷ്ഠിച്ച് 31-ാം തീയതി പാരണ വിടുന്നതാണ് പറയുവാൻ പോകുന്നത്. UK മാഞ്ചസ്റ്റർ 8:25 മുതൽ 10:56 വരെ. റഷ്യ 8:51 മുതൽ 11:22 വരെ. USA 7:21 മുതൽ 10:26 വരെ. കാനഡ 7:39 മുതൽ 10:49 വരെ. നമ്മളെല്ലാവരും ഈ വൈകുണ്ഠ ഏകാദശി അനുഷ്ഠിക്കേണ്ടതാണ്. അടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് പാരണ വീടുമ്പോൾ അവിടെ നിന്ന് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണ് നമ്മൾ പാരണ വിടുന്നതെങ്കിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുളസി തീർത്ഥം ആ പാരണ ടൈമിൽ സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. അതായത് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എന്നാലും ദ്വാദശിക്ക് ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ച് അരിയാഹാരം കഴിച്ച് ദശമിക്കിരുന്നത് പോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതെ അന്നത്തെ ദിവസവും നമ്മൾ വ്രതമായി ഇരിക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. അത്രയും വിശേഷമാണ് ഈ ഏകാദശി. വർഷത്തിലൊരിക്കൽ മാത്രമാണ് വൈകുണ്ഠ ഏകാദശി വരുന്നത്. ഉറക്കമൊഴിയാൻ സാധിക്കുന്നവർക്ക് ഉറക്കമൊഴിഞ്ഞ് തന്നെ എടുക്കുക. എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വൈകുണ്ഠ ഏകാദശി ആശംസകൾ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഹരേ കൃഷ്ണ.